രേവതിക്കുണ്ടായ ആക്സിഡന്റ് കരുതിക്കുട്ടി ആരോ ചെയ്തതാണെന്ന് സച്ചി പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സ്ഥലം നഷ്ടപ്പെട്ടതോർത്ത് നീലിമയ്ക്ക് ദേഷ്യം അടക്കാനാവാതെ വരികയും എല്ലാത്തിനും കാരണം ആ സുധിയും അവൻ്റെ ഭാര്യയുമാണെന്നും അവർ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 50 ലക്ഷം ഞാൻ തിരികെ വാങ്ങിയിട്ട് കാനഡയിലേക്ക് മടങ്ങിപ്പോകുമെന്നും നീലിമ വക്കീലിനോട് പറയുന്നു. തുടർന്ന് സുധീനെ തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങാനുള്ള നീലിമയുടെ തീരുമാനത്തെ വക്കീൽ തടഞ്ഞുവെങ്കിലും നീലിമ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് രേവതിയെ കാണാനെത്തുന്ന ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും ശരത്തിനുമെല്ലാം രേവതിയുടെ അവസ്ഥ കണ്ട് വിഷമമാവുന്നു. ശേഷം രേവതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയുന്ന ലക്ഷ്മിയമ്മയോട് അവളെ ഞങ്ങൾ എവിടേക്കും വിടില്ലെന്നും പൊന്നുപോലെ നോക്കുമെന്നും രവീന്ദ്രൻ പറയുന്നു. തുടർന്ന് രേവതിയുടെ ആക്സിഡന്റ് മനഃപൂർവ്വമാണോ എന്ന് സംശയമുണ്ടെന്നും അതിന് പരാതി കൊടുക്കാനായി സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണെന്നും രവീന്ദ്രൻ അവരോട് പറയുന്നു. പിന്നീട് ശ്രുതി എടുത്ത വലിയ ഓർഡറിൻ്റെ ആളെ രേവതിനെ വിളിക്കുകയും ചന്ദ്രമതി എന്നൊരു സ്ത്രീ ഓർഡർ എടുത്ത വിവരം പറയുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഓർഡർ ചെയ്ത മാല കൊടുക്കാനായി ലക്ഷ്മിയമ്മയും ദേവുവും രേവതിനെ സഹായിക്കാമെന്ന് പറയുന്നു. ഇതേസമയം വീട്ടിലെത്തുന്ന സച്ചി ശരത്തിന് കണക്കിന് കൊടുക്കുന്നു. ശേഷം ആക്സിഡന്റിന് പിന്നിൽ ഗജാനന്ദനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ദേവു സച്ചിനെ അറിയിക്കുമ്പോൾ ഗജാനന്ദൻ തന്നെയാണ് ആക്സിഡന്റിന് പിന്നിലെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് സച്ചി ദേവുവിനോട് പറയുന്നു. ശേഷം ആക്സിഡന്റിന് പിന്നിൽ ഗജാനന്ദനാണെന്ന വിവരം സച്ചി രേവതിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.